Adobe Illustrator-ന്റെ ഈ ഒരു പാർട്ടിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പുതിയൊരു ടൂളാണ്. ആ ടൂളിൻ്റെ പേര് മെഷ് ടൂൾ എന്നാണ്. മെഷ് ടൂൾ യു ആണ് അതിൻ്റെ ഷോർട്ട് കീ. ഇല്ലസ്ട്രേറ്ററിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായി വരുന്നൊരു ടൂളാണ് മെഷ് ടൂൾ. ഇല്ലസ്ട്രേറ്റർ ഡ്രോ ചെയ്യുന്ന ഒരു വെക്ടർ ഡ്രോയിങ്ങിനെ ഒരു റിയലിസ്റ്റിക് വ്യൂവിലേക്ക് മാറ്റിയെടുക്കാൻ, അതല്ലെങ്കിൽ ഒരു 3D വ്യൂ ആക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും കളേഴ്സിൻ്റെ ഷെയ്ഡ്സ് ആവശ്യമാണ്. പലതരത്തിലുള്ള ഷെയ്ഡ്സ്, ലൈറ്റിങ്സ് ഒക്കെ നമുക്ക് ആ ഒരു ഡ്രോയിങ്ങിൽ ആവശ്യമായിട്ട് വരും. അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെഷ് ടൂൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പലപ്പോഴും ഇല്ലസ്ട്രേറ്ററിൽ അത് ചെയ്തെടുക്കുമ്പോൾ ഈ പറയുന്ന കളേഴ്സിൻ്റെ ഷെയ്ഡിങ്ങും അതുപോലെ കളർ സ്വാച്ചസുകൾ തമ്മിലുള്ള മിക്സിങ്ങും ഒക്കെ വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പഠിക്കാൻ പോകുന്ന മെഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള കളർ മിക്സിങ്ങും ഷെയ്ഡിങ്ങും എല്ലാം തന്നെ നമ്മൾ ഡ്രോ ചെയ്യുന്ന ആ ഒരു വർക്കിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. മെഷ് ടൂളിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരയ്ക്കുകയാണ്. സർക്കിൾ ഷേപ്പ് അത് വരച്ചു. അതിൽ ഞാൻ ഒരു കളർ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ മെഷ് ടൂൾ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഷ് ടൂളിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് യു ആണ്. മെഷ് ടൂൾ എടുത്തു. അതിൻ്റെ ഏകദേശം മിഡിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തു. വെർട്ടിക്കലായിട്ടും ഒറിസോണ്ടലായിട്ടും ഒരു ലൈന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി ഞാനിതിൻ്റെ ഈ സെൻറ്റർ പോയിൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ മറ്റൊരു കളർ സെലക്ട് ചെയ്യണം. ഇവിടെ ഞാനൊരു റെഡിഷ് ടച്ചുള്ള കളർ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു കളർ ഇവിടെ സറൗണ്ടിങ് ഏരിയയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇവിടെ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആ മെഷ് ടൂൾ അപ്ലൈ ചെയ്തു. അതിൻ്റെ ഈ സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്ത് ആ ഒരു പോയിൻ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് മറ്റൊരു കളർ ഇതിലേക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ആ ഒരു കളർ കംപ്ലീറ്റ് ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് തന്നെയാണ് ബേസിക്കായിട്ട് മെഷ് ടൂളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ മെഷ് ടൂൾ ഉപയോഗിച്ച് ഈ രണ്ട് ലൈൻസുകൾ കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു പോയിൻറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പോയിൻ്റ് അവിടെ സെലക്ട് ആവുകയും ഏത് കളറാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ കളറ് അതിൻ്റെ ചുറ്റുഭാഗത്തേക്ക് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ സെയിം ഒബ്ജക്റ്റ് തന്നെ മെഷ് ടൂൾ എടുത്തുകൊണ്ട് മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് മെഷ് അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത് വൈറ്റ് ആണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡീഫോൾട്ടായിട്ട് ഇവിടെ സെലക്ട് ആയി കിടക്കുന്ന ഏത് കളറാണോ ആ കളറാണ് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഈ കളർ മാറ്റണമെങ്കിൽ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം. മുൻപ് നമ്മൾ പെൻ ടൂളൊക്കെ പഠിച്ച സമയത്ത് പോയിന്റ് സെലക്ട് ചെയ്യാൻ ഉപയോഗിച്ച ആ സെയിം ടൂൾ തന്നെയാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ആ ടൂൾ എടുത്തിട്ട് ഈ പോയിന്റ് സെലക്ട് ചെയ്യാം. ദെൻ ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളർ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു റെഡ് കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ റെഡ് കളർ വന്നിട്ടുള്ളത്. ശരിക്കും ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിലേക്ക് കളേഴ്സിൻ്റെ ഷെയ്ഡ്സ് അല്ലെങ്കിൽ കളർ സ്വാച്ചസ്, ലൈറ്റിങ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ടോപ്പ് ഏരിയയിലുള്ള ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. വീണ്ടും ആ ഒരു സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് ബ്ലൂ കളർ സ്പ്രെഡായി. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഏരിയയിലേക്കും നമുക്ക് വേണ്ട കളേഴ്സിനെ മെഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കലായിട്ടും ഒറിസോണ്ടലായിട്ടും ലൈൻസ് വരും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിംഗിൾ ആക്സിസിലേക്ക് മാത്രം മതിയെങ്കിൽ, അതായത് എനിക്കിപ്പോൾ ഇവിടെ ഒറിസോണ്ടലായിട്ട് മാത്രം മതി, വെർട്ടിക്കലായിട്ട് വേണ്ട എങ്കിൽ നിലവിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് തന്നെ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല ഈ ബ്ലാങ്ക് പോർഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു പ്ലസ് ആകൃതിയിലുള്ള മെഷ് ലൈന് അപ്ലൈ ആവും. ഇനി ഞാനിവിടെ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ ഈ ഒരു ടൂളിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ ഒരു ക്യാൻവാസിലേക്ക് ഒരു റെഡ് ചില്ലിയുടെ ഇമേജ് പ്ലേസ് ചെയ്യാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രോ ചെയ്തെടുത്ത ഒരു ഇമേജാണ്. നമ്മളിപ്പോൾ മുൻപ് പരിചയപ്പെട്ട മെഷ് ടൂളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ചില ടൂൾസുകളൊക്കെ ഉപയോഗിച്ച് വരച്ചെടുത്ത ഒരു ഡ്രോയിങ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. സോ മെഷ് ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു 3D റിയലിസ്റ്റിക് വ്യൂവിലേക്ക് ഈ ഒരു ഡ്രോയിങ്ങിനെ ചെയ്തെടുക്കാം. ഓൾറെഡി ചെയ്ത ഡ്രോയിങ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ വീണ്ടും അത് കാണിക്കുകയാണ്. അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ പെൻ ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഔട്ട്ലൈനിലൂടെ ഒന്ന് ഡ്രോ ചെയ്യാണ്. മുൻപ് നമ്മൾ പെൻ ടൂൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. വരച്ച് തുടങ്ങുമ്പോൾ തന്നെ ഫില്ല് ഒഴിവാക്കി സ്ട്രോക്ക് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. ദെൻ ഇതുപോലെ ഔട്ട്ലൈനിലൂടെ വരച്ചു കൊടുക്കുക.
ഓക്കെ, എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഓവറോൾ ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ പാർട്ട് ഒന്ന് വരച്ചെടുത്തു. ഓക്കെ, അതിനുശേഷം അൺലോക്ക് ചെയ്ത് ഞാൻ ഈ വരച്ചിട്ടുള്ള ഔട്ട്ലൈൻ പോർഷനെ സെപ്പറേറ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചു. ആർട്ട് ബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ക്യാൻവാസിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക, കുറച്ചുകൂടെ സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഈ വരച്ചിരിക്കുന്ന ഔട്ട്ലൈനിലാണ് നമ്മളിവിടെ കാണുന്ന ഈ കളേഴ്സ് മെഷ് ടൂൾ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഷേപ്പ് സെലക്ട് ചെയ്തു. റെഡ് ചില്ലിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഔട്ട്ലൈൻ ഷേപ്പ് സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഒരു ബേസ് കളറായിട്ട് നമ്മൾ കൂടുതൽ കാണുന്ന റെഡ് കളർ, അത് ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൂടുതലും ഇതിൽ റെഡ് തന്നെയാണ്, റെഡിൻ്റെ ഷെയ്ഡ്സുകളാണ് ഇതിൽ വരുന്നത്. എന്നിരുന്നാലും ഇതിൽ നമുക്ക് കൂടുതലായിട്ട് കാണുന്ന ഷെയ്ഡ് എവിടെയെന്ന് വെച്ചാൽ അവിടെ ഒന്ന് പിക്ക് ചെയ്ത് ആ വരച്ച ഷേപ്പിലേക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ മെഷ് ടൂൾ സെലക്ട് ചെയ്തു. മെഷ് ടൂൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഏകദേശം മിഡിൽ പോർഷനിലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ കളേഴ്സിൻ്റെ ടിൻ്റ് ആവശ്യമുള്ളത് കൊണ്ട് ഈ ഒരു ലൈൻസ് മാത്രം പോരാ, കുറച്ചുകൂടി കൂടുതൽ ലൈൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോട് പാരലായിട്ട് വീണ്ടും നമ്മൾ മെഷ് ലൈൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒറിസോണ്ടൽ ആക്സിസിൽ കുറച്ച് ലൈൻസ് ഞാൻ ആഡ് ചെയ്തു. അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും കുറച്ച് ലൈൻസ് ആഡ് ചെയ്യാം. സോ അപ്പോൾ ഞാൻ മുകളിലത്തെ ആ ഒരു ഡ്രോയിങ്ങിനെ ബേസ് ചെയ്ത് ഇതിലേക്ക് പിക്ക് ചെയ്യാണ് കളേഴ്സ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെയുള്ള ഈ കാണുന്ന ഈ ഒരു പോർഷനിലുള്ള കളേഴ്സാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു, എന്നിട്ട് അതിൽ വരുന്ന ആ പോയിൻറ്റ്സ് ഒന്ന് സെലക്ട് ചെയ്തു. അവിടെ വരുന്ന ആ ഒരു കുറച്ച് പോയിൻറ്റ്സ് മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്തു. ദെൻ ഐ ഡ്രോപ്പർ ടൂൾ എടുത്ത് അതിലേക്കൊന്ന് പിക്ക് ചെയ്ത് കൊടുത്തു. സോ ഇപ്പോൾ ആ ഒരു കളറിൻ്റെ ഷെയ്ഡ് അവിടെ വന്നിട്ടുണ്ട്. തൊട്ട് താഴത്തെ പോയിൻറ്റ്സ് കൂടി സെലക്ട് ചെയ്യണം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് മൾട്ടിപ്പിൾ സെലക്ഷനായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ തന്നെ കുറച്ച് താഴെ ഭാഗത്തേക്കുള്ള ഈ കളേഴ്സും അപ്ലൈ ചെയ്തു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് വേണ്ട കളേഴ്സ്, അതിൻ്റെ ഡാർക്ക്നെസ്, ലൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തൊട്ട് മുകളിലുള്ള ഇമേജിലെ കളേഴ്സിനെ ഇതിലേക്ക് പിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഇമേജിനെ വെച്ച് പിക്ക് ചെയ്തിട്ടല്ല നമ്മൾ കൊടുക്കുക. ഞാനിത് ഫസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഇമേജിലൂടെ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് അനുസരിച്ചാണ് ഒരു ഡ്രോയിങ്ങിൽ എവിടെയൊക്കെയാണ് ഷെയ്ഡ് വരുന്നത്, എവിടെയൊക്കെയാണ് ലൈറ്റ് കളർ വരുന്നത്, എവിടെയൊക്കെയാണ് ഡാർക്ക് കളർ വരുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്ന മെഷ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കളർ പിക്ക് ചെയ്യുന്ന മെത്തേഡൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഇമേജ് വെച്ചിട്ട് എക്സാമ്പിൾ കാണിക്കുന്നത്. സോ ഞാൻ നെക്സ്റ്റ് ഏരിയ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമുക്കത് ഇവിടെ ഈ ഒരു വൈറ്റ് ഭാഗം, ഈ വൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിങ് വരുന്ന ഒരു പോർഷനാണ് ചെയ്യാവുന്നത്. അവിടെ സെലക്ട് ചെയ്തു. അവിടേക്ക് നമുക്കിത് ഈ ഒരു വൈറ്റ് കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വൈറ്റ് ഷെയ്ഡ് അവിടെ വന്നിട്ടുണ്ട്. മറ്റുള്ള ഏരിയ കൂടി സെലക്ട് ചെയ്ത് ബാക്കിയുള്ള ഷെയ്ഡ്സും 1 by 1 ആയിട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒബ്ജക്റ്റിലേക്ക് 2 ടൈപ്പ് ഷെയ്ഡ്സാണ് വരുന്നത്. ഒന്ന് ഡാർക്കും മറ്റൊന്ന് ലൈറ്റും. ലൈറ്റ് വരാത്ത ഈ പറയുന്ന അടിഭാഗത്തൊക്കെ കുറച്ച് ഡാർക്ക് ആയിരിക്കും. മുകളിലത്തെ വശം ലൈറ്റിങ് വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ അത് മാക്സിമം നമ്മൾ കുറച്ച് വൈറ്റ് ഷെയ്ഡായിട്ട് കാണിക്കണം. ഇപ്പോൾ മുകളിലത്തെ ഈ ഇമേജിൽ കാണുന്ന പോലെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഈ പോയിൻറ്റ്സിനെ വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പോയിൻറ്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഒന്ന് മൂവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത ഷെയ്ഡ്സിലും ചെറിയ മാറ്റം വരും. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ഈ ബാക്കിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ എഡ്ജിൽ കാണുന്ന കുറച്ച് ഷെയ്ഡ്സുമാണ് ബാക്കിയുള്ളത്. ബാക്ക് സൈഡിൽ കാണുന്ന ഈ അരികിൽ ഒരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. ആ ഒരു പോയിന്റ് കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആ ഒരു 3D റിയലിസ്റ്റിക് വ്യൂവിലേക്ക് ആയി വരുന്നുണ്ട് ഒബ്ജക്റ്റ്. പക്ഷെ എന്നിരുന്നാലും കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻസൈഡിൽ മൾട്ടിപ്പിൾ പോയിന്റ് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ Ctrl+Y അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലൈൻ സെഗ്മെൻറ്റ് വ്യൂവിലേക്ക് പോകും. Ctrl+Y ആണ് ഷോർട്ട് കീ. എനിക്ക് ഈ ഒരു ഭാഗത്തെ പോയിൻറ്റ്സ് മാത്രം സെലക്ട് ചെയ്യണം. പക്ഷെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് പഠിച്ച ലേസോ ടൂൾ ഉപയോഗിക്കാം, ലേസോ സെലക്ഷൻ ടൂൾ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം.
അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള പോയിൻറ്റ്സ് മാത്രമാണ് കിട്ടുക. ഞാനിത് പറയാൻ കാരണം ഒരു വലിയ ഡ്രോയിങ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫേസിൻ്റെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസിൻ്റെയൊക്കെ ഭാഗത്ത് പലതരത്തിലുള്ള ഷെയ്ഡ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ പോയിൻറ്റ്സ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കളർ അപ്ലൈ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ലൈൻ സെഗ്മെൻറ്റ് വ്യൂവിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ഏരിയയിലുള്ള പോയിൻറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിതിൻ്റെ എഡ്ജിലുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് ഫിനിഷ് ചെയ്യുകയാണ്. മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ മെഷ് ടൂൾ ഉപയോഗിച്ച് ഏകദേശം ആ ഒരു റെഡ് ചില്ലിയെ നമ്മളൊരു റിയലിസ്റ്റിക് 3D വ്യൂവിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ വരയ്ക്കുമ്പോൾ വളരെയേറെ ടൈം എടുത്തുകൊണ്ട് അതിൻ്റെ ഓരോ ഷെയ്ഡ്സും അതിൽ വരുന്ന കളേഴ്സും എവിടേക്കാണ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് വ്യക്തമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ മെഷ് ടൂൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഞാൻ ഈ ബാക്കിലുള്ള പോർഷനാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു ഗ്രീൻ കളർ ഇതിലേക്ക് പിക്ക് ചെയ്യാം. അതിനുശേഷം മുൻപ് ചെയ്ത പോലെ തന്നെ മെഷ് ടൂൾ എടുക്കുക, കറക്റ്റായിട്ട് മെഷ് ലൈൻസ് ആഡ് ചെയ്യുക. പുറത്ത് പോയാലും കുഴപ്പമില്ല, നമ്മുടെ ആ പോയിൻറ്റ്സ് ഇൻസൈഡിലായിട്ട് കിട്ടിയാൽ മതി. ഞാൻ ഈ ഒരു വർക്ക് കുറച്ച് താഴേക്ക് വെച്ചു നമുക്ക് പിക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിൻറ്റ് സെലക്ട് ചെയ്യുക, എവിടെയൊക്കെയാണ് നമുക്ക് കളേഴ്സ് വേണ്ടത് വെച്ചാൽ ആ ഒരു ഏരിയയിലേക്കുള്ള പോയിൻറ്റ്സ് സെലക്ട് ചെയ്യാം. ടോപ്പിലുള്ള ഈ ഒരു കളർ അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു കളറിൻ്റെ മിക്സിങ് അവിടെ വന്നിട്ടുണ്ട്. സെയിം മെത്തേഡ് ഉപയോഗിച്ച് ബാക്കിയുള്ള പോർഷൻസിലും കളർ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ ആ ഒരു ഷെയ്ഡ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ മെഷ് ലൈൻസും പോയിൻറ്റ്സും ഒക്കെ ഉപയോഗിച്ച് ടൈം എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്സാക്റ്റ് ആ ഒരു എഫക്ട്സിനെ നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഫാസ്റ്റായി ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് വിധത്തിലാണ് മെഷ് ടൂൾ ഉപയോഗിച്ച് ഒരു ഡ്രോയിങ്ങിലേക്ക് കളേഴ്സ് അല്ലെങ്കിൽ കളർ സ്വാച്ചസ് അഡ്ജസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഷെയ്ഡുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ ലൈറ്റ്നെസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഒക്കെ ഏതൊക്കെ തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഡ്രോയിങ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമുള്ള കളേഴ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തൊരു ഇമേജിൽ നിന്ന് പോയി പിക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇൻസൈഡിൽ തന്നെ നമുക്ക് ഇതുപോലെ പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, പുറത്തുനിന്നൊരു ഇമേജിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്തെടുക്കുമ്പോൾ എല്ലാ സമയത്തും ആ ഇമേജിൽ തന്നെ പോയി പിക്ക് ചെയ്യണോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എവിടെയാണോ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഐഡ്രോപ്പർ ടൂൾ വെച്ചിട്ട് കളർ പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസിയായി ഒരു 2D ഫ്ലാറ്റ് ഇമേജിനെ നമുക്ക് മെഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ റിയലിസ്റ്റിക് വ്യൂവിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം വളരെ പെട്ടെന്ന് തന്നെ. ഒരു മെഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ബലൂൺസ് ഫ്ലൈ ചെയ്ത് നിൽക്കുന്ന ആ ഒരു മോഡലാണ് നിങ്ങളെ പെട്ടെന്ന് വരച്ച് കാണിച്ചത്. ഇതുപോലെ എത്ര ചെറിയ വർക്കാണെങ്കിലും വലിയ വർക്കാണെങ്കിലും ഒക്കെ തന്നെ മെഷ് ടൂൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിൽ ഡിജിറ്റൽ ഡ്രോയിങ്സ് ഒക്കെ നമുക്ക് ഇല്ലസ്ട്രേറ്ററിലൂടെ വരച്ചെടുക്കാൻ സാധിക്കും. സോ എന്താണ് മെഷ് ടൂൾ, അത് ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അതല്ലെങ്കിൽ F2 മീഡിയ ക്ലാസ് റൂം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെയൊക്കെ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. എനിവേസ് നെക്സ്റ്റ് പാർട്ടുകളിലൊക്കെ തന്നെ നമുക്ക് ഇല്ലസ്ട്രേറ്ററിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.